നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നവംബർ 18-19 തീയതികളിലായി പെർളശ്ശേരി ചന്ദ്രൻ കിഴുത്തള്ളി നഗറിൽ നടന്ന CPIM എടക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. 21-അംഗ ഏരിയ കമ്മിറ്റിയും സെക്രട്ടറിയായി MK മുരളിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. തുടർച്ചയായ രണ്ടാം തവണയാണ് MK മുരളി സെക്രട്ടറി ആവുന്നത്. MK മുരളിക്ക് പുറമെ K രാജീവൻ, OP രവീന്ദ്രൻ, K ഗിരീശൻ, K ബഷീർ, N ബാലകൃഷ്ണൻ, C വിനോദ്, K ശോഭ, EP ലത, T സവിത, KV ബിജു, P അരവിന്ദാക്ഷൻ, P പ്രകാശൻ, T സുനീഷ്, KV നിതീഷ്, CK കുഞ്ഞിരാമൻ, M പ്രജിൽ, P രഘു, NT സുധീന്ദ്രൻ, വൈഷ്ണവ് മഹേന്ദ്രൻ, TP നിവേദ് എന്നിവരെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തു. ആലോചിക്കാം, അതെന്താ തെറ്റ്? നമ്മളിവിടെയൊക്കെ എത്ര RSSലും BJPയിലും പ്രവർത്തിച്ചുള്ള ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം വന്നിട്ടുണ്ട്. അവരൊക്കെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അവർ സ്വീകരിച്ച സമീപനം ഞങ്ങൾ ഇനി ഈ പ്രസ്ഥാനത്തോടൊപ്പം ഇല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയാൻ, പൊതുയോഗത്തിൽ വെച്ച് തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഞാൻ പേരൊന്നും പറയുന്നില്ല. നിരവധി സഹോദരന്മാർ ഇപ്പം നമ്മുടെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നമ്മുടെ വിവിധ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പരസ്യമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തു പോയിട്ടുള്ള നികൃഷ്ടമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അതിഭീകരനായ RSSകാരൻ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം RSSന് വേണ്ടി എല്ലാ വിടുപണിയും ചെയ്തിട്ടുള്ള മനുഷ്യൻ, അത് തള്ളിപ്പറയാൻ എൻ്റെ നിലപാട്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാട് ഇപ്പം മാറ്റാൻ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നിടത്തേക്ക് പോവുകയാണെന്നാണ്. ഭാഷാപ്രയോഗം കൊണ്ട് ആളുകളെ വഞ്ചിക്കാമെന്നാണെങ്കിൽ അത് ഇക്കാലത്ത് നടപ്പില്ല. പലതരത്തിലുള്ള ഭാഷ അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയും എന്നാണോ ഈ സന്ദീപ് വാര്യരും VD സതീശനുമെല്ലാം ഇങ്ങനെ കരുതിയിരിക്കുന്നത്? തിങ്കളാഴ്ച 4 മണി മുതൽ ആരംഭിച്ച പൊതുചർച്ച ചൊവ്വാഴ്ചയും തുടർന്നു. വിവിധ ലോക്കലുകളെ പ്രതിനിധീകരിച്ച് 32 പേർ പൊതുചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഏരിയ സെക്രട്ടറി MK മുരളി, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എന്നിവർ മറുപടി പറഞ്ഞു. തുടർന്ന് റിപ്പോർട്ട് ഐക്യകണ്ഠേന സമ്മേളനം അംഗീകരിച്ചു. CPIM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ N ചന്ദ്രൻ, രാജ്യസഭ MPയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ V ശിവദാസൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. 2025 ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട 26 അംഗ പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.